നമസ്കാരം. ആകർഷകമായ കവറുകളിലോ ടിന്നുകളിലോ ബോക്സുകളിലോ പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങൾ ഏറ്റവും നല്ലവയാണെന്ന ചിന്ത പൊതുവെയുള്ളതാണ്. പ്രായഭേദമന്യേ ഏവരും തിരഞ്ഞെടുക്കുന്നതും അത്തരം ഭക്ഷണ സാധനങ്ങളാവും. ചുരുക്കത്തിൽ പാക്കിംഗ് എന്നത് ഭക്ഷണ സാധനങ്ങളുടെ സൂക്ഷിപ്പും സുരക്ഷയും മാത്രം മുന്നിൽ കണ്ടുള്ള ഒരു സംവിധാനം മാത്രമല്ല, അതിലുപരി ഒരു വിപണന തന്ത്രം കൂടിയാണ്. എന്നാൽ നാം വിചാരിക്കുന്നത് പോലെ പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ അത്ര സുരക്ഷിതമല്ല. കാരണം ഭക്ഷണ പാക്കേജിംഗ് മനുഷ്യന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. സമീപകാല ഗവേഷണങ്ങൾ ഇതിനുള്ള വ്യക്തമായ തെളിവുകൾ നൽകുന്നുണ്ട്. അടുത്തിടെ ജേണൽ ഓഫ് എക്സ്പോഷർ സയൻസ് ആൻഡ് എൻവയോൺമെന്റൽ എപ്പിഡമിയോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം വിരൽ ചൂണ്ടുന്നത് അപകടകരമായ വസ്തുതകളിലേക്കാണ്. ഭക്ഷണപ്പൊതികൾ നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കപ്പെടുന്ന രാസവസ്തുക്കൾ അവ ഉപയോഗിച്ച് പാക്ക് ചെയ്യപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളിലും അതിലൂടെ മനുഷ്യ ശരീരത്തിലും ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നു. മാത്രവുമല്ല, ഭക്ഷണ പാക്കിങ്ങുകളിൽ ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന 3600-ലധികം രാസപദാർത്ഥങ്ങൾ മനുഷ്യ ശരീരത്തിൽ കണ്ടെത്തിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആ ഗവേഷണ ഫലങ്ങൾ. അവയിൽ 100-ൽ പരം രാസവസ്തുക്കൾ മനുഷ്യാരോഗ്യത്തിന് വളരെ അപകടകരമാണ്. ഇത് നിത്യജീവിതത്തിന്റെ ഭാഗമായി തീർന്ന പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗം സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NGO ആയ ഫുഡ് പാക്കേജിംഗ് ഫോറം ഫൗണ്ടേഷനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. പാക്കേജ് ചെയ്ത ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇതിന് അടിവരയിടുന്ന കണ്ടുപിടുത്തങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക്, പേപ്പർ, ഗ്ലാസ്, ലോഹപദാർത്ഥങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചോ മറ്റു വസ്തുക്കൾ കൊണ്ടോ നിർമ്മിച്ച ഭക്ഷ്യ പാക്കേജുകളിൽ നിന്നും അവ പൊതിയപ്പെട്ടിരിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്ക് രാസവസ്തുക്കൾ പടരുന്നു. ഇത്തരത്തിൽ വളരെ വേഗത്തിൽ കലരുന്ന ഏകദേശം 14,000 ഫുഡ് കോണ്ടാക്ട് കെമിക്കലുകൾ അഥവാ FCCകളുടെ പട്ടിക ഗവേഷകർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. വിപണികളിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്ന പാക്കിങ്ങുകൾക്കൊപ്പം അടുക്കളയിലും അനുബന്ധ സ്റ്റോറേജുകളിലും ഭക്ഷണങ്ങൾ സൂക്ഷിക്കപ്പെടുന്ന പാത്രങ്ങളിൽ നിന്ന് വരെ ഇത്തരം രാസവസ്തുക്കൾ ഭക്ഷ്യവസ്തുവിലേക്കും തുടർന്ന് മനുഷ്യ ശരീരത്തിലേക്കും എത്തപ്പെടാം. മനുഷ്യ ശരീരത്തിലെ സാമ്പിളുകളിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടുപിടിക്കുന്നതിനായി നിലവിലുള്ള ബയോ മോണിറ്ററിംഗ് ഡാറ്റാബേസുകൾ പ്രകാരം 3601 ഭക്ഷ്യസമ്പർക്ക രാസവസ്തുക്കൾ കണ്ടെത്തി. ഇതിപ്പോൾ അറിയപ്പെടുന്ന മുഴുവൻ ഫുഡ് കോണ്ടാക്ട് കെമിക്കൽസിന്റെയും 1/4 മാത്രമാണ്. അതിൽ മനുഷ്യ ശരീരത്തിൽ ഉയർന്ന ആശങ്കയ്ക്ക് വഴി തുറക്കുന്ന PFAS ഗണത്തിൽപ്പെടുന്ന രാസപദാർത്ഥങ്ങളുമുണ്ട്. പല ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിലും ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുക്കളുടെ കൂട്ടമാണ് PFAS എന്ന് അറിയപ്പെടുന്നത്. പെർ ആൻഡ് പോളിഫ്ലൂറോ ആൽക്കൈൻ പദാർത്ഥങ്ങൾ എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. സമീപകാല പഠനങ്ങളുടെ ഫലമായി PFAS മനുഷ്യ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കണ്ടെത്തിയിരുന്നു. ഇത് നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുടെ കാരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് പഠനഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആശങ്കയുണർത്തുന്ന മറ്റൊരു വസ്തുതയാണ് പല രാജ്യങ്ങളിലും കുഞ്ഞുങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഫീഡിംഗ് ബോട്ടിലുകളിൽ ശരിയായ ഹോർമോൺ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന രാസവസ്തുവായ ബിസ്ഫെനോൾ A കണ്ടെത്തിയിരുന്നു. ഇതിനു മുമ്പ് നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ ബിസ്ഫെനോൾ Aയുടെ സാന്നിധ്യം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഫത്താലേറ്റ്സും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ കണ്ടുവരുന്ന മറ്റൊരു രാസവസ്തുവാണ്. ശാസ്ത്ര തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള വൈദ്യശാസ്ത്ര വിദഗ്ധനായ UK-യിലെ ആസ്റ്റൺ സർവകലാശാല ഗവേഷകൻ ഡുവാൻ മെല്ലർ ഫുഡ് പാക്കേജിംഗ് ഫോറം ഫൗണ്ടേഷന്റെ ഇപ്പോഴത്തെ പഠനഫലത്തെ പ്രശംസിച്ചു. പരിസ്ഥിതിയിൽ നിലവിലുള്ള ഉയർന്ന ആശങ്കകൾക്ക് വഴി തുറക്കുന്ന രാസവസ്തുക്കളുടെ മറ്റു ഉറവിടങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ സൂചന ഇതിലൂടെ തുറന്നു കാട്ടപ്പെട്ടുവെന്നാണ് ഈ ഗവേഷണ ഫലത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം പ്രതികരിച്ചത്. ഭക്ഷ്യ പാക്കേജുകളിൽ നിന്ന് മാത്രമാണ് മനുഷ്യ ശരീരത്തിലേക്ക് ഉയർന്ന ആശങ്കകൾക്ക് കാരണമാകുന്ന രാസപദാർത്ഥങ്ങൾ കടന്നെത്തുന്നത് എന്ന് അനുമാനിക്കാനാകില്ല. മറ്റു സ്രോതസ്സുകളിലൂടെയും അവ എത്തിച്ചേരാം. ഭക്ഷ്യ പാക്കേജിംഗിൽ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിലെ രാസവസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ എത്തുന്നതിനെ സംബന്ധിച്ച് ഇതുവരെ നടന്ന പഠനങ്ങൾ അപൂർണമാണ്. ഇതിനെ ചുറ്റിപ്പറ്റി അനേകം ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു. നിലവിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ മനുഷ്യ ശരീരത്തിൽ ഫുഡ് പാക്കേജിംഗ് പദാർത്ഥങ്ങളിൽ നിന്നും സ്റ്റോറേജുകളിൽ നിന്നും എത്തപ്പെടുന്ന രാസവസ്തുക്കളിൽ ഏതിനാണ് ഉയർന്ന സാന്ദ്രതയുള്ളതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുതന്നെയാണ് ഇതുവരെയുള്ള പഠനഫലങ്ങളുടെ പരിമിതിയെന്ന് ഫുഡ് പാക്കേജിംഗ് ഫോറം ഫൗണ്ടേഷനിലെ ഉദ്യോഗസ്ഥനായ ഗ്യൂക്ക് ആഗോള ന്യൂസ് ഏജൻസിയായ AFPയോട് പറയുന്നു. പ്ലാസ്റ്റിക് ഉൽപാദനത്തിന്റെ ഉപോൽപ്പന്നങ്ങളായ ഒലിഗോമറുകൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് വളരെ കുറച്ച് പഠനങ്ങളെ നടന്നിട്ടുള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പാക്കേജിംഗ് പദാർത്ഥങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന സമയം ആളുകൾ കുറയ്ക്കണം. അതുപോലെ ദീർഘകാലം വിപണികളിൽ നിന്നും ലഭിച്ച അതേ പാക്കേജിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നത് ഒഴിവാക്കണം. അതുപോലെ തന്നെ അത്തരം പാക്കേജുകളിൽ തന്നെ ഭക്ഷണം ചൂടാക്കി ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും ഗ്യൂക്ക് ശുപാർശ ചെയ്യുന്നു. ആരോഗ്യ മേഖലയിൽ
മേഖലയിൽ ഉയരുന്ന വെല്ലുവിളികളും ഭക്ഷ്യസുരക്ഷയുടെ ആവശ്യങ്ങളും തമ്മിൽ ബന്ധമുള്ള ഇത്തരം പഠനങ്ങൾ ലോകമെമ്പാടും ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ്. നിലവിലെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാനുതകുന്ന നിർദ്ദേശങ്ങളും മാർഗങ്ങളും രൂപീകരിക്കാനും അതിലൂടെ വരും തലമുറയുടെ ആരോഗ്യ ഭദ്രതയ്ക്കും ഈ പഠനങ്ങൾ കാരണമാകണം. വാർത്തയുടെ നിറം തേടി തനിനിറം.